ജെമീമ റോഡ്രിഗസ്. ഈ ദിവസങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ട ഒരു പേരാണ് ജെമീമയുടേത്. അത് എന്ത് കോണ്ടെക്സ്റ്റ് ആണെന്നൊക്കെ എല്ലാവർക്കും അറിയാം. നമ്മളുടെ ഇന്ത്യൻ വിമൻ ക്രിക്കറ്റ് ടീം സെമി ഫൈനൽസിൽ വളരെ അൺബിലീവബിൾ ആയിട്ടുള്ള ഒരു മാച്ച് ആയിരുന്നു. അതിൽ ജെമീമയാണ് ഏറ്റവും കൂടുതൽ പിന്നെ എന്താ പറയാ ഒരു വിന്നിങ്ങിലേക്ക് ഇന്ത്യയെ കൊണ്ടുവന്നത് ജമീമയാണ്. ആൻഡ് ഞാൻ എന്തുകൊണ്ടാണ് ജമീമ വെച്ച് സ്റ്റാർട്ട് ചെയ്തതെന്ന് എല്ലാവർക്കും ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. കാര്യം അതിനുശേഷം ജമീമ ഒരു ടെസ്റ്റിമണി പോലെ ദൈവത്തിന് നന്ദി പറയുകയും അതിൽ പ്രത്യേകിച്ച് ഒരു പർട്ടിക്കുലർ വേഴ്സ് കോട്ട് ചെയ്യുകയും ചെയ്തു. ആദ്യത്തെ ഭാഗം നന്ദി പറയുന്നതും ടെസ്റ്റിമണി പറയുന്നതിന്റെ ഒന്നും ആവശ്യകതയോ അതിന്റെ ഇമ്പോർട്ടൻസോ അതിന്റെ സിഗ്നിഫിക്കൻസിനെ പറ്റിയോ ഞാൻ ഇപ്പൊ പറയുന്നില്ല. നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ്. ദൈവം കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തിയ സമയത്ത് അതിൽ ഒരാൾ മാത്രമേ തിരിച്ചു വന്നുള്ളൂ. അപ്പൊ ദൈവം ചോദിക്കുന്നുണ്ട് ബാക്കിയുള്ളവർ എവിടെ എന്നുള്ളത്. അപ്പോൾ നമ്മളുടെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മളുടെ ക്രിസ്ത്യ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിച്ച നന്മകള്, ദാനങ്ങള്, ബ്ലെസ്സിങ്സ് എല്ലാം മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക. ഒരു സാക്ഷി വേറൊരു സാക്ഷി ഉളവാക്കുന്നു എന്നാണ്. അപ്പം ജെമിമോ ചെയ്തത് വളരെ ബ്രേവ് ആയിട്ട് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ദൈവം ജെമിമയുടെ ജീവിതത്തിൽ ചെയ്ത വലിയ ഒരു എന്താ പറയാ ഒരു ആങ്സൈറ്റിയുടെയും ഡിപ്രഷന്റെയും കാലഘട്ടത്തിൽ നിന്നൊക്കെ ഒരു ഒരു എന്താ പറയുക ടോക്ക് ഓഫ് ദ ടൗൺ പോലെ ഒരു ഫുൾ നേഷൻ സംസാരിക്കുന്ന ഒരു പ്ലെയർ ആയിട്ട് ദൈവം ഒരൊറ്റ ദിവസം കൊണ്ട് ജീവിതത്തെ മാറ്റിമറിച്ച കഥയൊക്കെ നമുക്കറിയാം. പക്ഷെ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ജിമിമ കോട്ട് ചെയ്ത ഒരു ബൈബിൾ വേഴ്സ് ആണ്. അത് പുറപ്പാട് 14:14 എക്സോഡസ് 14:14 നമ്മളിങ്ങനെ കാണുന്നു. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നിങ്ങൾ മിണ്ടാതിരിപ്പീൻ എന്ന് പറഞ്ഞു. ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഞാൻ എന്റെ കഴിഞ്ഞ പ്രസംഗത്തിലും പറഞ്ഞു. നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമ്മൾക്ക് നമ്മുടെ സിറ്റുവേഷൻസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് ഒരു ഏർജ് ഉണ്ടാവുമായിരിക്കും. കാര്യം നമ്മൾ ദൈവത്തെ ട്രസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ദൈവം എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരിക്കും. പക്ഷെ എന്നാൽ നമ്മളുടെ ബുദ്ധിയും നമ്മളുടെ കഴിവൊക്കെ അനുസരിച്ച് നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കും അല്ലെ? അപ്പം അതിനെ നള്ളിഫൈ ചെയ്യുന്ന രീതിയിലാണ് ഈ എക്സോഡസിൽ ഇത് പ്രത്യേകിച്ച് നമ്മൾ കാണുന്നതെന്ന് പറയുന്നത് ഇത് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പഴയ നിയമ സിറ്റുവേഷനിലാണ് ഇത് ശരിക്കും പറയുന്നത്. ചെങ്കടലിന്റെയും മിസ്രൈമ്യരുടെ ആർമിയുടെയും ഇടയ്ക്കുള്ള ഇസ്രായേൽ മക്കളുടെ ആ സമയത്ത് ഒരു ബുദ്ധിമുട്ടും ആ സമയത്ത് ഒരു പ്രയാസത്തിന്റെ ഇടയ്ക്കാണ് ഈ വചനം വരുന്നത്. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിപ്പീൻ എന്ന് പറയും. അപ്പോൾ അത് ജമീമ കോട്ട് ചെയ്തതിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത് പല സമയങ്ങളിലും വളരെ ഇമ്പോസിബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് നമ്മളുടെ നമ്മളുടെ ഫൈറ്റ് നിർത്തിവെക്കുന്നതാണ് ഒരു കണക്കിന് നല്ലത്. ദൈവം let God be there. Let God shine and come through for you in that situation. പക്ഷെ ഇന്ന് ഞാൻ ശരിക്കും ഈ ഒരു വേഴ്സിനെ പറ്റി പറയാനായിട്ടല്ല ശരിക്കും സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞതെങ്കിലും ആ പറയുന്നതിന്റെ കാര്യം മിണ്ടാതിരിപ്പീൻ എന്നുള്ള പറയുന്നത് ഒരു സ്റ്റിൽനെസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ. സ്റ്റിൽനെസ് എന്ന് പറയുന്നത് വെറുതെ ഇരിക്കുക എന്നുള്ളതല്ല ശരിക്കും മിണ്ടാതിരിക്കുക എന്നുള്ളതിന്റെ അർത്ഥം. സ്റ്റിൽനെസ് എന്ന് പറയുന്നത് ചുമ്മാ എന്താ എവിടെയെങ്കിലും പോയി കിടന്ന് ഉറങ്ങാവുന്നോ അല്ലെങ്കിൽ എവിടെയും പോയി ഇരിക്കാവുന്നല്ല സ്റ്റിൽനെസിന്റെ അർത്ഥം. സ്റ്റിൽനെസ് എന്ന് പറയുന്നത് സറണ്ടർ ആണ്. സറണ്ടർ എന്ന് പറയുന്നത് കീഴടങ്ങിയിരിക്കുക എന്നുള്ളത്. അതിനെ ഒരു ഡിസ്മിസീവ് ആയിട്ട് നമ്മളത് കാണേണ്ട കാര്യമില്ല. സബ്മിഷൻ ആയിട്ട് ദൈവത്തിന്റെ അടുത്ത് നമ്മളൊരു സബ്മിസീവ് മെന്റാലിറ്റി അല്ല. പക്ഷെ ദൈവം ചെയ്യുന്ന പ്രവൃത്തിയെ നമ്മൾ ഇനി വെയിറ്റ് ചെയ്യുന്ന രീതിയിൽ അതാണ് ഒരു സബ്മിഷൻ എന്ന് പറയുന്നത്, ഒരു സറണ്ടർ എന്ന് പറയുന്നത്. അങ്ങനെ സറണ്ടർ ചെയ്ത അങ്ങനെ ദൈവത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച ദൈവത്തെ ഇഷ്ടപ്പെട്ട ഒരാളെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. നെഹമായ. നെഹമ്യ എല്ലാവർക്കും നെഹമ്യയുടെ ചാപ്റ്റേഴ്സ് അറിയാമായിരിക്കും. ഷോർട്ട് ചാപ്റ്റേഴ്സ് ആണ്. ഒരുപാട് ആൾക്കാർ വായിച്ചിട്ടുണ്ടാവും. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ പേഴ്സണൽ ഫേവറേറ്റും കൂടിയാണ് നെഹമ്യ. കാര്യം ഞാൻ പ്രസംഗമൊക്കെ തുടങ്ങുന്നതിനൊക്കെ വളരെ വർഷങ്ങൾക്ക് മുൻപ് എനിക്ക് ദൈവമായിട്ട് തന്ന ഒരു ചാപ്റ്ററും ഒരു പേർപ്പസുമാണ് നെഹമ്യ. ആ സമയത്ത് എനിക്ക് അത്ര അത് മനസ്സിലായില്ല. പിന്നെ നെഹമ്യ വായിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് നെഹമ്യ ശരിക്കും പറഞ്ഞാല് ദൈവം വിളിച്ച ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരുക്കിയ ഒരാളാണ് നെഹമ്യ. അപ്പൊ ഇന്ന് നമ്മൾ നെഹമ്യയുടെ ചാപ്റ്റർ 1 ആണ് ശ്രദ്ധിക്കുന്നത്. ദൈവം സഹായിക്കുവാണെങ്കിൽ നമുക്കൊരു ബൈബിൾ സ്റ്റഡി പോലെ നെഹമ്യയുടെ ഡിഫറെന്റ് ചാപ്റ്റേഴ്സിനെ പഠിക്കാനും നെഹമ്യ എന്ന ഒരു ദൈവ പുരുഷന്റെ ജീവിതത്തിലെ എങ്ങനെയാണ് ദൈവവുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്തതെന്നൊക്കെ ഉള്ളത് നമുക്ക് പിന്നെയുള്ള വീഡിയോസിൽ പഠിക്കാം. ഇന്ന് നമ്മൾ പർട്ടിക്കുലർലി ഫോക്കസ് ചെയ്യുന്നത് നെഹമ്യ ചാപ്റ്റർ 1 ആദ്യത്തെ അധ്യായം 1 വളരെ ഒരു ചെറിയൊരു അധ്യായമാണ്. പക്ഷെ അതിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രെയർ ഉണ്ട്. ആ ഒരു പ്രാർത്ഥനയാണ് നമ്മൾ ഇന്ന് ശ്രദ്ധിക്കാനായിട്ട് പോകുന്നത്. നെഹമ്യ ചാപ്റ്റർ 1
വളരെ ഷോർട്ട് ചാപ്റ്റർ ആണ്. ഇന്ന് പ്രസംഗം കേൾക്കുന്ന അതേ സമയത്തോ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടോ ഒക്കെ നമുക്ക് പോയിട്ട് വായിക്കാനായിട്ട് പറ്റും. എല്ലാവരെയും ഞാന് പ്രസംഗം വായിക്കാനായിട്ട് ഏർജ് ചെയ്യുവാണ്. അപ്പം നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ നെഹമ്യ എന്ന് പറയുന്നത് ഒരു 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 സറണ്ടർ ഉണ്ട്. നെഹമ്യ ഒരു ആക്ഷന് വേണ്ടിയിട്ടാണ് ശരിക്കും ഈ പ്രാർത്ഥനയുടെ ഒക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. ജെറുസലേം മതില് പൊളിഞ്ഞു കിടക്കുകയാണ്. അത് ബേൺ ആയി കിടക്കുകയാണ്. അപ്പൊ അത് വീണ്ടും പണിയാനൊക്കെ ഉള്ള ഒരു കോണ്ടെക്സ്റ്റ് ആണ് ശരിക്കും നെഹമ്യയുടെ ഒരു എൻടയർ ബുക്ക് അത് വെച്ചിട്ടാണ്. പക്ഷെ നമ്മള് ഇത് നോക്കാൻ പോകുന്നത് നെഹമ്യയുടെ പ്രാർത്ഥനയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എങ്ങനെ നമുക്ക് എന്തൊക്കെ നമുക്ക് നെഹമ്യയുടെ പ്രാർത്ഥനയിൽ നിന്ന് പഠിക്കാനായിട്ട് സാധിക്കും? നമ്മളുടെ സ്വയം പ്രാർത്ഥനയില്, നമ്മളുടെ ഇൻഡിവിജ്വൽ പ്രയർ ലൈഫില് എങ്ങനെ നമ്മൾക്ക് നെഹമ്യയെ പോലെ പ്രാർത്ഥിക്കാം എന്നുള്ളത്. കാര്യം നെഹമ്യ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ചെയ്യുന്ന ആക്ഷന്റെ കൂടെ ദൈവം ഉണ്ടായിരുന്നു എന്നുള്ളതിന് ആർക്കും ഡൗട്ടൊന്നുമില്ല. നെഹമ്യ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. പക്ഷെ ആ ജെറുസലേം മതിൽ പണിയാൻ പോകുന്നതിന് മുൻപ് പല സമയങ്ങളിലും ഇതിന്റെ ഇടയ്ക്ക് നെഹമ്യ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇരുന്ന് ഒരു പ്രാർത്ഥന ചാപ്റ്റർ 1 കാണുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഇപ്പൊ പല പ്രശ്നങ്ങളുണ്ടാവും. നമ്മൾ പല കാര്യങ്ങൾ അഭിമുഖീകരിക്കാനായിട്ട് പോവായിരിക്കും. നാളെ ചിലപ്പോൾ നമുക്കൊരു ഇന്റർവ്യൂ കാണും. നാളെ നമ്മൾക്ക് ഒരു ഡോക്ടർസ് അപ്പോയിന്റ്മെന്റ് കാണും. നാളെ നമ്മളുടെ എന്തെങ്കിലും കോർട്ട് കേസ് കാണാം. പല പല ഒരാളുടെ ജീവിതത്തിൽ എന്തൊക്കെ പല രീതിയിലുള്ള ഫൈനാൻഷ്യൽ ബുദ്ധിമുട്ടുകൾ കാണും. അപ്പം ഇങ്ങനെ ഒരു വലിയ ഒരു ഒരു ടാസ്ക് ചെയ്യുന്നതിന് മുന്നേ നെഹമ്യ ഒരു പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥനയാണ് നമ്മള് ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ബൈബിളിൽ ഒരുപാട് ആൾക്കാര് പ്രാർത്ഥിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് പഴയ നിയമത്തിൽ ഒരുപാട് ആൾക്കാര് പ്രാർത്ഥിക്കുന്നുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് എനിക്ക് ഓരോരുത്തരുടെ പ്രാർത്ഥന. നമ്മളുടെ പിന്നെ കൂടുതൽ കൂടുതൽ എപ്പിസോഡുകൾ പലരുടെ പ്രാർത്ഥനയുമായിട്ടൊക്കെ നമുക്ക് എനിക്ക് വരണം എന്ന് ആഗ്രഹമുണ്ട്. അതിൽ ആദ്യത്തേത് തന്നെ നെഹമ്യ ആയിക്കോട്ടെ എന്ന് തന്നെ ഞാൻ വിചാരിച്ചു. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, നെഹമ്യ ഒരു പേഴ്സണൽ ഗെയിനിന് വേണ്ടിയിട്ടല്ല പ്രാർത്ഥിക്കുന്നത്. നമ്മളെല്ലാവരും പല സമയങ്ങളിലും പ്രാർത്ഥിക്കുന്നത് നമ്മളുടെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. പല സമയങ്ങളിലും നമ്മുടെ പ്രാർത്ഥനകൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് ചുരുങ്ങാറുമുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുന്നത് എനിക്ക് അതല്ല, അത് വേണം, ഇത് വേണം. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പല കാര്യങ്ങളിലൊക്കെ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ പ്രാർത്ഥിക്കുന്നത്. എന്നാൽ നെഹമ്യയെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് അറിയുന്നവർക്ക് അറിയാമായിരിക്കും. നെഹമ്യ പ്രാർത്ഥിക്കുന്നത് നെഹമ്യയുടെ ജീവിതത്തിൽ ശരിക്കും പറഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നെഹമ്യ വളരെ സെക്യൂർ ആയിട്ട് ഒരു ജോബ് പൊസിഷനിൽ ഇരിക്കുന്ന ആളാണ്. നെഹമ്യ രാജാവിന്റെ ആ, പാനപാത്ര വാഹകനാണ്, കപ്പ് ബെയറർ ആണ്. വളരെ സെക്യൂർ ആയിട്ടുള്ള, വളരെ ട്രസ്റ്റ് ഉള്ള ഒരു പൊസിഷനാണ്. രാജാവിന്റെ ഏറ്റവും ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പം വേറെ സാമ്പത്തികമായ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ വഴിയില്ല. എന്ത് പ്രശ്നമാണ് അവിടെ ശരിക്കും പറഞ്ഞാൽ നെഹമ്യയ്ക്കുള്ളത്? വളരെ ഐഡിയൽ ആയിട്ടുള്ള ഒരു ജോബ് പൊസിഷൻ, വളരെ സെക്യൂർ ആയിട്ടുള്ള ജോബ് പൊസിഷൻ. എന്നിട്ടും ചാപ്റ്റർ 1 ചാപ്റ്റർ 2 നമ്മൾ കാണുന്നത് രാജാവ് ചോദിക്കുന്നത് നെഹമ്യയുടെ മുഖം വാടിയിരിക്കുന്ന സമയത്ത്. നെഹമ്യ ഇവിടെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത് നെഹമ്യയുടെ സ്വന്തം ഒരു കാര്യം നടക്കാനോ ഗെയിനോ വേണ്ടിയിട്ടല്ല. നെഹമ്യ ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. അത് എനിക്ക് തോന്നുന്നു വളരെ മെച്യൂർ ആയിട്ടുള്ള ഒരു വിശ്വാസ ജീവിതം വരുമ്പോഴാണ് നമുക്ക് അങ്ങനെയൊക്കെ വരിക. കാര്യം നമ്മളിപ്പോഴും നമ്മുടെ പേഴ്സണൽ, ഇപ്പൊ നമുക്ക് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു റിഫ്ലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടെയാണ്. നമ്മൾക്ക് മെച്യൂർ ഫെയ്ത്ത്, വിശ്വാസ ജീവിതത്തിൽ നമ്മൾ എത്രമാത്രം വളർന്നിട്ടുണ്ട് എന്ന് നമ്മൾക്ക് തന്നെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കൂടെയാണ്. എപ്പോഴെങ്കിലും നമ്മളുടെ സ്വന്തം പേഴ്സണൽ ഗെയിൻ അല്ലാതെ നമ്മള് ലോകമെമ്പാടും ക്രിസ്ത്യൻസ് അനുഭവിക്കുന്ന പ്രശ്നങ്ങള്, പിന്നെ ഒരുപാടൊക്കെ, പിന്നെ എന്താണ്, ഇപ്പൊ ഇന്ത്യയിൽ തന്നെ പല സ്ഥലങ്ങളില്, ലോകമെമ്പാടും വേറെ പല പല സ്ഥലങ്ങളില് ക്രിസ്ത്യാനികളെ വളരെയധികം ടോർമെന്റും ടോർച്ചറും ചെയ്യപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ ഒരുപാട് ആളുകള് നമ്മളുടെ യഥാർത്ഥ വിശ്വാസമൊക്കെ വിട്ടിട്ട് പിന്നെ മാറിപ്പോകുന്നവരുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ദൈവത്തിന്റെ ഹൃദയം വേദനിക്കുന്ന ചില കാര്യങ്ങള് ലോകത്തിൽ നടക്കുന്നുണ്ട്, അല്ലെ? അങ്ങനത്തെ കാര്യങ്ങളെ പറ്റിയിട്ട് എപ്പോഴെങ്കിലും നമ്മളുടെ ഹൃദയം വേദനിച്ചിട്ടുണ്ടോ? അങ്ങനത്തെ കാര്യങ്ങളെ പറ്റി നമുക്ക് ഉള്ളിൽ ഒരു ബർഡൻ, ഒരു 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 എന്താ പറയാ, ഒരു പ്രയാസം ഉണ്ടായിട്ട് നമ്മൾ അതിനു വേണ്ടിയിട്ട് നമ്മളുടെ ഒരു കാര്യം അല്ലാണ്ട് കരഞ്ഞു പ്രാർത്ഥിച്ച് അങ്ങനെയൊക്കെ ഉള്ള ഒരു എക്സ്പീരിയൻസ് നമുക്കുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ മെച്യൂർഡ് ഫെയ്ത്തിലേക്ക് എത്തിയ ആൾക്കാരാണ്. വിശ്വാസ ജീവിതത്തിൽ ഒരുപാട് വളർന്ന ആൾക്കാരാണ്. കാര്യം നമ്മുടെ പേഴ്സണൽ ഗെയിൻ, എന്റെ കുടുംബം, എന്റെ സ്വന്തം ജീവിതം ഉള്ളതിനേക്കാൾ ഉപരി നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് ആസ് എ ക്രിസ്ത്യൻ. നമ്മളുടെ ഒരു ഹോൾ കമ്മ്യൂണിറ്റി, ഗ്ലോബൽ കമ്മ്യൂണിറ്റി, അല്ലെങ്കിൽ ലോകമെമ്പാടും ദൈവം കർത്താവിനെ അറിഞ്ഞ് കർത്താവിന്റെ അടുത്തേക്ക് വരിക എന്നൊക്കെയുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതിനെ പറ്റിയുള്ള അങ്ങനെ വിചാരങ്ങളൊക്കെ ഉള്ളതൊക്കെ ഒരു മെച്യൂർ ഫെയ്ത്തിനെ കാണിക്കുന്നതാണ്. ഇവിടെ നെഹമായ ഒരു മെച്യൂർ ഫെയ്ത്ത് ഉള്ള ആളാണ് എന്നുള്ളതിൽ ഒരു ഡൗട്ടും ഇല്ല. കാര്യം നെഹമ്യ പ്രാർത്ഥിക്കുന്നത് ജെറുസലേമിന്റെ മതിൽ, നെഹമ്യ എങ്ങനെ അറിഞ്ഞു മറ്റുള്ള ആൾക്കാർ വഴിയിട്ട് ജെറുസലേമിന്റെ മതിലുകൾ ക്രംബിൾ ആയി കിടക്കുകയാണ്, അത് പൊളിഞ്ഞു കിടക്കുകയാണ്.
പിന്നെ ആൾക്കാർ വന്ന് ചുറ്റുവട്ടം അത് ബേൺ ചെയ്യുകയും ഒക്കെ ചെയ്യുകയാണ്. അപ്പൊ പണ്ടത്തെ കാലത്ത് ഈ ഒരു മതിൽ, ഒരു രാജ്യത്തിന്റെ മതിൽ അല്ലെങ്കിൽ ഒരു സിറ്റിയുടെ മതിൽ എന്ന് പറയുന്നത് ഒരു നോട്ട് ജസ്റ്റ് ലൈക്ക് ഒരു വാൾ പോലെ, ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ബ്രിക്സ്, പക്ഷെ അത് അവരുടെ ഒരു ഐഡന്റിറ്റി ആണ്, അത് അവരുടെ സെക്യൂരിറ്റി ആണ്, അവരുടെ പ്രൊട്ടക്ഷൻ ആണ്, ദൈവത്തിന്റെ ഒരു പ്രൊട്ടക്ഷൻ പോലെ ആ ഒരു സിറ്റിയുടെ പ്രൊട്ടക്ഷൻ ആണ് ആ മതിൽ. അപ്പം പ്രത്യേകിച്ച് ജെറുസലേമില് അവരെ സംബന്ധിച്ചിടത്തോളം ദൈവവും അവരെ അബാൻഡൻ ചെയ്തു, അവരെ ആരും നോക്കാനില്ല, ഐഡന്റിറ്റി ഇല്ല എന്നൊക്കെ ഉള്ള രീതിയാണ് ഈ ക്രംപ്ലിംഗ്. ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മളുടെ എങ്ങനെയാണ് ക്രിസ്തീയ ജീവിതം, മറ്റുള്ളവര് ക്രിസ്ത്യാനികൾ ലോകമെമ്പാടും എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നൊക്കെ ഉള്ളത്, ആ ഒരു ചിന്തയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത്, എന്തുകൊണ്ട് നെഹമ്യയുടെ പ്രാർത്ഥന ഒരു പഴയ നിയമത്തിൽ ഒരു വളരെ ഇച്ചിരി മാറ്റം ഉള്ള ഒരു പ്രാർത്ഥന, അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡപ്പ് പാർട്ട് ചെയ്യുന്ന ഒരു പ്രാർത്ഥനയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഐ വിൽ സേ ആദ്യത്തെ കാര്യം തന്നെ വളരെ മെച്ചോർഡ് ആയിട്ടുള്ള ഒരു ഫെയ്ത്ത്, വളരെ മെച്ചോർഡ് ആയിട്ടുള്ള ഒരു വിശ്വാസ ജീവിതം കാണിക്കുന്ന ഒരാളാണ് നെഹമ്യ. അതിന്റെ അടുത്ത് നമ്മൾ ഇനി പ്രാർത്ഥനയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാണുന്നതെന്ന് പറയുന്നത്, ഈ വർത്തമാനം കേട്ടപ്പോൾ, ഇത് നമ്മുടെ പിന്നെ ജെറുസലേമിന്റെ വാളിനെ പറ്റിയിട്ടാണ്. ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു, കുറെ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ച് പറഞ്ഞത് എന്തെന്നാൽ. ഇവിടെ ആദ്യമേ കാണുന്നത് ഒരു ബുദ്ധിമുട്ട്. ഇതിപ്പം ഞാൻ ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് മാത്രം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുടെ എക്സാമ്പിൾ ആയിട്ടല്ല പറയുന്നത്. അത് ഏത് പ്രാർത്ഥന ആയിക്കോട്ടെ, നമ്മുടെ പേഴ്സണൽ ഗെയിന് വേണ്ടിയിട്ടുള്ള, നമ്മുടെ സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന ആയിക്കോട്ടെ. പക്ഷെ നമ്മൾ ഇവിടെ ആദ്യം കാണുന്നതെന്ന് പറയുന്നത്, ആദ്യമേ പോയി പ്രാർത്ഥിക്കുന്നതല്ല കാണുന്നത്. നമ്മൾ പല സമയത്തും നമ്മൾ ആദ്യമേ ചെയ്യുന്നത് അങ്ങനെയാണ്. ഞാൻ ഇത് വായിച്ചപ്പോഴാണ് എനിക്കും ആ ഒരു കോണ്ടെക്സ്റ്റ് ആദ്യമേ മനസ്സിലായത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ആദ്യമേ കാണുന്നത്, ദർ ഇസ് എ പീരീഡ് ഓഫ് സാഡ്നെസ്, ദർ ഇസ് എ പീരീഡ് ഓഫ് മോർണിംഗ്, ആൻഡ് ദെൻ ദർ ഇസ് എ പീരീഡ് ഓഫ് വീപ്പിംഗ്. അതായത് കരയുകയും അപലപിക്കുകയും ഒക്കെ ചെയ്യുന്ന, അതായത് നമ്മളുടെ എനിക്ക് തോന്നുന്നു അത് ആരെങ്കിലും ഒക്കെ ചെയ്യുന്നുണ്ടാവാം, നമ്മൾ അറിയാണ്ട് ചെയ്യുന്നുണ്ടാവാം. നമ്മൾ പ്രാർത്ഥിക്കാൻ ഇരിക്കുന്നതിന് മുന്നേ ഉള്ള ഒരു ഒരുക്കം, ഒരു ഇന്റേണൽ ഒരുക്കം, ഒരു നമ്മുടെ ഒരു എന്താ പറയുന്ന ഒരു മനസ്സിന്റെ ഒരു ഒരു എന്താ പറയുന്ന ഒരു ടെൻഡർനെസ്, നമുക്ക് കല്ലുമായിട്ടുള്ള ഒരു ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കാൻ ഇരുന്ന അനുഭവങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവുമായിരിക്കും. നമുക്കൊന്നും കരച്ചിൽ പോലും വരാത്ത പ്രാർത്ഥനകളുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു പ്രാർത്ഥന അല്ലാണ്ട് നമ്മൾ ഇതിനെപ്പറ്റി ചിന്തിച്ച്, നമ്മൾ ഇതിനെപ്പറ്റി വിഷമിച്ച്, അതൊരു നെഗറ്റീവ് സെൻസിലല്ല, പക്ഷെ നമ്മുടെ ഹൃദയം ദൈവത്തിന്റെ അടുത്തേക്ക് പിന്നെ കരയാനും പറയാനും, ദൈവം നമ്മളുടെ ഒരു ഫ്രണ്ട് പോലെ, അല്ലെങ്കിൽ ഒരു ഫാദർലി ഫിഗർ പോലെ കേൾക്കാൻ ഒരാളുള്ളപ്പോൾ നമ്മൾ അതിന്റെ ഒരു ഇന്റേണൽ പ്രോസസ് ആദ്യമേ നടക്കുന്നുണ്ട്. മനസ്സിന്റെ ഒരു ടെൻഡർനെസ്, മനസ്സ് സോഫ്റ്റ് ആവുന്ന, മനസ്സ് അതിനു വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് റെഡി ആവുന്ന ഒരു പ്രോസസ്സ് ആദ്യം നടക്കുന്നുണ്ട്. ആദ്യം പ്രാർത്ഥന അല്ല നടക്കുന്നത്, ആദ്യം ഉപവസിക്കുകയും അതിനു വേണ്ടിയിട്ട് റെഡി ആവുകയാണ് ദൈവത്തിന്. കാര്യം നമ്മൾ പല സമയത്തും ദൈവത്തിനെ വളരെ ആക്സസിബിൾ ആയിട്ടുള്ള, ദൈവം ആക്സസിബിൾ ആണ്, അത് വേറൊരു കാര്യം. നമ്മൾ നേരിട്ട് പോകുന്നു, ദൈവം ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നു, തിരിച്ചു വരുന്നു. പക്ഷെ പഴയ നിയമകാലത്ത് നമുക്ക് അറിയാം, കുറച്ചും കൂടെ റെവറൻസ് ഉണ്ട്, കൂടുതലും റെസ്പെക്ട് ആ ഒരു പൊസിഷനിലുണ്ട്. അവിടെ അന്നത്തെ ഒരു പഴയ നിയമകാലത്ത് ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അങ്ങനെ ആയതുകൊണ്ടാണ്. അപ്പം അതാണ് നമ്മൾ ആദ്യം കാണുന്നത്, ഒരു മനസ്സൊരുക്കം. അത് ഉപവാസത്തിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു മനസ്സ് ഒരുക്കപ്പെടുന്നതിലൂടെ ആയിരിക്കും. അതായത് നമ്മുടെ മനസ്സ് ടെൻഡറായി, സോഫ്റ്റ് ആയി, അത് കരച്ചിലൂടെ വരാം. കരച്ചിൽ ഇസ് എ വെരി സ്ട്രോങ് ഇമോഷൻ ഫോർ ദാറ്റ്, അല്ലെ? നമ്മൾ അതിനെപ്പറ്റി ചിന്തിച്ച്, നമ്മുടെ മനസ്സ് അതിനെപ്പറ്റി കലങ്ങി. കാര്യം ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. അപ്പൊ നുറുക്കം എന്നുള്ളൊരു അവസ്ഥയാണ് ആദ്യം വരുന്നത്. രണ്ടാമത്തെ അവസ്ഥയാണ് നമ്മളിവിടെ കാണുന്നത്. നിന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് നിയമവും ദയയും പാലിക്കുന്ന മഹാനും ഭയങ്കരനുമായ ദൈവമേ, നിന്റെ ദാസന്മാരായ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി രാവും പകലും നിന്റെ മുൻപാകെ പ്രാർത്ഥിക്കുകയും ഇസ്രായേൽ മക്കളായ ഞങ്ങൾ നിങ്ങൾ, അതിൽ സെക്കൻഡ് ആണ്. ആദ്യത്തെ കാര്യം ആഡോറേഷൻ. ആഡോറേഷൻ എന്ന് പറയുന്നത്, നമ്മൾ ദൈവത്തിന്റെ മുൻപാകെ വരുന്ന സമയത്ത്, ഞാൻ ഒരുപാട് ആളുകൾ ഓൾറെഡി ഇത് ചെയ്യുന്നതാണ്, ദൈവത്തെ പ്രൈസ് ചെയ്ത് തുടങ്ങുന്ന ഒരു പ്രാർത്ഥന. നമ്മളെ പ്രാർത്ഥനകൾ തുടങ്ങുന്നത് ഓക്കെ കർത്താവെ എനിക്ക് ഇത് വേണം, അത് വേണം, അങ്ങനെയാണ് പ്രാർത്ഥന തുടങ്ങുന്നതെങ്കിൽ ആഡോറേഷൻ മിസ്സിംഗ് ആണ്. അഡോറേഷൻ എന്ന് പറയുന്നത്, ഇത്രയും നമ്മളുടെ ഈ സർവ്വം മുഴുവൻ, ഈ ലോകം മുഴുവൻ സർവ്വവും സൃഷ്ടിച്ച കർത്താവിന്റെ മുന്നിലോട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കാൻ വരുന്നത്. നമ്മള് ചുമ്മാ ഒരു ഗേറ്റ് തുറന്ന് കയറി വന്ന ഒരു ലാഘവത്തോടെ വരാതെ, ഒരു പ്രൈസും ഒരു അഡോറേഷനും ദൈവത്തിന് കൊടുത്തുകൊണ്ട്, ദൈവത്തിനെ സ്തുതിച്ചുകൊണ്ട്, കാര്യം ദൈവം സ്തുതികളിൽ വസിക്കുന്നവനും മഹത്വത്തിൽ വസിക്കുന്നവനുമാണ്. ആ ഒരു അഡോറേഷന് സമയം ഇവിടെ, ഇത്രയും പ്രസ്സിംഗ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ഉണ്ടായിട്ട് ഇവിടെ നെഹമ്യ അവിടെ ഒരു അഡോറേഷൻ, ആ ഒരു പ്രൈസിന് സമയം എടുത്ത് ആദ്യം പ്രൈസ് വെച്ചിട്ടാണ് പ്രെയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാനത് പണ്ടൊന്നും ഞാനും അങ്ങനെ ചെയ്യത്തില്ലായിരുന്നു. വളരെ ഇപ്പൊ റീസെന്റ് ആയിട്ട് ആ ഒരു പ്രൈസ്, ബിക്കോസ് ഗോഡ് ഡിസേർവ്സ് ദാറ്റ് പ്രൈസ്. നമ്മൾ ഒരു പുതിയ ആവശ്യം കൊണ്ട് വരുമ്പോൾ നമ്മൾ പഴയ ആവശ്യം മറന്നു, പഴയ ആവശ്യത്തിന് നമുക്ക് വേണ്ടി ഓൾറെഡി പ്രവർത്തിച്ചതിനെ നമ്മൾ മറന്നു. വി ഹാവ് ടു ഓൾവേസ് പ്രൈസ് ബിക്കോസ് നോ മാറ്റർ വാട്ട്, വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിൽ, എസ്തർ പറയുന്ന പോലെ, വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും ദൈവം ദൈവമാണ്. ഈ സർവ്വം സൃഷ്ടിച്ച ഒരാളുടെ മുന്നിലേക്കാണ് നമ്മൾ വരുന്നത്. സോ ദർ ഇസ് എ റെവറൻസ് ദാറ്റ് ഇസ് നീഡഡ്. അതുകൊണ്ട് തന്നെ ഒരു അഡോറേഷൻ വെച്ചിട്ടാണ് ഇവിടെ നെഹമ്യ സ്റ്റാർട്ട് ചെയ്യുന്നത്.
അതിനുശേഷമാണ് നമ്മൾ ഒരു കൺഫെഷൻ, നമ്മളുടെ കുറ്റമേറ്റു പറയുന്ന ഒരു കൺഫെഷൻ. അതും നുറുക്കത്തിന്റെ ഭാഗമായിട്ടാണ്. ഒരുക്കത്തിന്റെ ഭാഗം വരുമ്പോൾ നമ്മൾ അറിയും ദൈവം ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ പാപം ചെയ്തു. ദൈവം പറഞ്ഞ പ്രവൃത്തികളൊന്നും നമ്മൾ ചെയ്തതേ ഇല്ല. നമ്മൾ ഡിസിപ്ലിനിൽ നടന്നില്ല. എന്നിട്ടും നമ്മൾക്ക് പിന്നെയും ദൈവത്തിന്റെ അടുത്ത് വരാനായിട്ട് ദൈവം ഒരു ഓപ്പൺ മൈൻഡഡ്നെസ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ ആ ഒരു കൺഫെഷൻ, ആ ഒരു ഹൃദയനുറുക്കത്തോടെയും ഒരു മാനസാന്തരത്തിന്റെയും ഒരു നോട്ട് മാനസാന്തരം, പശ്ചാത്താപത്തിന്റെ ഒരു റിപ്പൻഡൻസിന്റെ ഒരു ഇതുമായിട്ട് നമ്മൾ വരികയാണ്. അപ്പം നമ്മൾ ഇവിടെ പറയുന്നത്, പാപങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്ന അടിയന്റെ പ്രാർത്ഥന കേൾക്കേണ്ടതിന് നിന്റെ ചെവി ശ്രദ്ധിച്ചും നിന്റെ കണ്ണ് തുറന്നും ഇരിക്കണമേ. ഞാനും എന്റെ പിതൃഭവനവും പാപം ചെയ്തിരിക്കുന്നു. ഞങ്ങൾ നിന്നോട് ഏറ്റവും വഷളത്വമായി പ്രവർത്തിച്ചിരിക്കുന്നു. നിന്റെ ദാസനായ മോശയോട് നീ കൽപ്പിച്ച കൽപ്പനകളും ചട്ടങ്ങളും വിധികളും ഞങ്ങൾ പ്രമാണിച്ചിട്ടുമില്ല. അപ്പം ഒരു സെൽഫ് അവെയർനെസ്, നമ്മൾ പാപികളാണെന്നുള്ള ഒരു സെൽഫ് അവെയർനെസ്. ഇവിടെ നെഹമ്യയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ നെഹമ്യ സ്വന്തമായിട്ടും നെഹമ്യയുടെ കമ്മ്യൂണിറ്റി വൈസ് ആയിട്ടുമാണ് പറയുന്നത്. കാര്യം നമുക്കറിയാം, പ്രോമിസ്ഡ് ലാൻഡ് ആയിട്ടുള്ള കനാൻ ദേശത്ത് എത്തിയതിനു ശേഷവും വീണ്ടും ഇസ്രായേൽ മക്കള് ഐഡലട്രിയിലും പിന്നെ അന്യദൈവങ്ങളെ ആരാധിക്കാനായിട്ട് അങ്ങനെ അവർ കുറെ കാര്യങ്ങളിലോട്ടൊക്കെ പോയി, വേറെ കുറെ പാപങ്ങളൊക്കെ ചെയ്തു. അപ്പൊ അതുകൊണ്ട് തന്നെ നെഹമ്യയ്ക്ക് അറിയാം, നെഹമ്യയ്ക്ക് ഒരുപാട് നെഹമ്യയ്ക്ക് ഈ കാര്യങ്ങളെ പറ്റിയൊക്കെ, ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ നെഹമ്യ ഉൾപ്പെടെയുള്ളവരുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകളും കുറ്റങ്ങളെ പറ്റിയൊക്കെ നെഹമ്യയ്ക്ക് അറിയാം. അതുകൊണ്ടാണ് നെഹമ്യ പറയുന്നത്, നെഹമ്യ ഒരു കൺഫെഷനും കൊണ്ടുവരുന്നത്. അപ്പൊ പല സമയങ്ങളിൽ എനിക്ക് തോന്നുന്നു നമ്മളെ പ്രാർത്ഥനയിൽ നമ്മൾ ഒഴിവാക്കാൻ പറ്റാത്തതുപോലെ നമ്മൾ ആഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ് സെൽഫ് അവെയർനെസ്. നമ്മൾ ചെയ്ത തെറ്റുകൾ ദൈവത്തിന് അറിയാത്ത കാര്യമൊന്നും അല്ല, പക്ഷെ എന്നാലും നമ്മളുടെ ഒരു ഒരുക്കവും ഞുറുക്കവും ആവശ്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ നെഹമ്യ ഇവിടെ ഒരു കമ്മ്യൂണിറ്റി ബേസിസിൽ കൂടെ ഒരു കൺഫെഷൻ നടത്തുകയാണ്. ഒരു കുറ്റങ്ങൾ ഏറ്റുപറയുന്നത്, തെറ്റ് ചെയ്തതായിട്ട് കർത്താവിന്റെ മുന്നിൽ ഏറ്റുപറയുന്നത്. ബിക്കോസ് വേറൊരു കാര്യം, അകൃത്യങ്ങളെ ഓർമ്മ വെച്ചാൽ ആ ദൈവത്തിന് മുന്നിൽ നിൽക്കും. ദൈവം ഇതൊന്നും ഓർമ്മ വെച്ച് നമ്മളോട് കണക്ക് പറയാൻ നിൽക്കുമല്ല. പക്ഷെ ഐ തിങ്ക് ഇറ്റ് ഇസ് അവർ റെസ്പോൺസിബിലിറ്റി ടു കം ക്ലീൻ ബിഫോർ ഗോഡ്. പ്രത്യേകിച്ച് നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയോ ഉപസിക്കുകയോ ഒക്കെ ഇരിക്കുന്ന സമയത്ത് കൺഫെഷൻ ഇസ് വെരി ഇമ്പോർട്ടന്റ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്നത് റിമെമ്പറൻസ് ആണ്. അടുത്തത് പറയുന്നത് ഓക്കെ, ജാതികൾ എന്നാൽ നിങ്ങൾ എങ്കലേക്ക് തിരിഞ്ഞ് എന്റെ കൽപ്പനകളെ പ്രമാണിച്ച് അവയെ അനുസരിച്ച് നടന്നാൽ നിങ്ങളുടെ ഭ്രഷ്ടന്മാർ ആകാശത്തിന് അറുതി വരെയും എത്തിയിരുന്നാലും ഞാൻ അവിടെ ചെന്ന് അവരെ ശേഖരിച്ച് എന്റെ നാമം സ്ഥാപിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്ത സ്ഥലത്തേക്ക് കൊണ്ടുവരുമെന്നും നിന്റെ ദാസനായ മോശയോട് നീ അരുളി ചെയ്ത വചനം ഓർക്കണമേ. ദൈവമേ, ഇത് ശരിക്കും ഒരു അരഗൻസ് അല്ല, ദൈവത്തെ അങ്ങോട്ട് ഓർപ്പിക്കുന്ന ഒരു അരഗൻസ് അല്ല, പക്ഷെ ഒരു ദൈവം നമ്മളുമായിട്ട് ചെയ്ത ഒരു ഉടമ്പടി, ദൈവം നമുക്ക് ഇതിന് മുന്നേ തന്നിട്ടുള്ള പ്രോമിസസ് ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ ഒന്നും കൂടെ ഏറ്റുപറയുകയാണ്. അതായത് വചനം കോട്ട് ചെയ്ത് പ്രാർത്ഥിക്കാൻ അല്ലാതെ വേറൊരു പ്രാർത്ഥന എന്താണെന്നുള്ളത് എനിക്കറിയില്ല. നമ്മൾ ആമച്വേഴ്സ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് നമ്മൾ വചനം കോട്ട് ചെയ്യാതെ പ്രാർത്ഥിക്കുമായിരിക്കാം. അങ്ങനെ ആരെങ്കിലും ഒക്കെ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, പ്രാർത്ഥനയുടെ സ്ട്രെങ്ത് ഒരു ഒരു ട്രിപ്പിൾ ആയിട്ട് അല്ലെങ്കിൽ ഒരു 4 ടൈംസ് 5 ടൈംസ് ഇൻക്രീസ് ആവുന്നത് നമ്മൾ വചനം കോട്ട് ചെയ്ത് ദൈവം പറഞ്ഞ വചനങ്ങൾ കോട്ട് ചെയ്ത് ദൈവത്തോട് തന്നെ പ്രാർത്ഥിച്ച അനേകം പേര് ബൈബിളിലുണ്ട്. അതിലൊരാളാണ് നെഹമ്യ. അപ്പൊ നെഹമ്യ മുന്നേ കിട്ടിയ പ്രോമിസസ്, അപ്പൊ നമ്മൾക്ക് ഇതിന് മുന്നേ ഉള്ള, നമ്മളൊരു കാര്യത്തെ പറ്റി പ്രാർത്ഥിക്കുന്ന സമയത്ത് നമുക്ക് ബൈബിളിൽ വേറെ പ്രോമിസസ് ഒക്കെ ഇതിന് മുന്നേ കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ ആ പ്രോമിസസ് ഒക്കെ, ആ ബൈബിൾ വചനങ്ങളൊക്കെ ഒന്നും കൂടെ റീറ്ററേറ്റ് ചെയ്ത് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു പ്രാർത്ഥനയുടെ ഒരു ശക്തിയും, ആ ബൈബിൾ വചനങ്ങൾ പോയി ഒരു പല സ്ഥലത്ത് പ്രവർത്തിക്കേണ്ട, നമ്മൾ പിന്നെ അത് റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഒരു ശക്തി അവിടെ കാണിച്ച് ബൈബിൾ വചനങ്ങൾ സെൻഡ് ചെയ്യപ്പെടുകയാണ്. എവിടെയൊക്കെ പോയാണോ പ്രവർത്തിക്കേണ്ടത് അവിടേക്ക് പോയി അത് സെൻഡ് ചെയ്ത് പ്രവർത്തിക്കുകയാണ്. അപ്പൊ ദർ ഇസ് എ റിമെമ്പറൻസ്. അതുകൊണ്ടാണ് അതൊരു, ഇറ്റ്സ് നോട്ട് കമ്മിങ് ഫ്രം എ പ്ലേസ് ഓഫ് ആരഗൻസ്, ഇറ്റ്സ് കമ്മിങ് ഫ്രം എ പ്ലേസ് ഓഫ് being aligned with God. It's remembering the covenant of God. ദൈവം ചെയ്തിട്ടുള്ള ഒരു ഉടമ്പടിയെ നമ്മൾ ഓർക്കുവാണ്. ദൈവത്തെ ഓർപ്പിക്കുള്ളൂ, ദൈവത്തിന് ഓൾറെഡി ഓർമ്മയുണ്ട്. നമ്മളുടെ ഒരു സെൽഫ് അവെയർനെസ്, എനിക്ക് നെഹമ്യയുടെ പ്രാർത്ഥന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം വളരെ സെൽഫ് അവെയർ ആണ്. സ്വന്തമായി വളരെ അവെയർനെസ് ഉള്ള ഒരാളാണ് നെഹമ്യ. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നതിലും അത് വളരെയായിട്ട് റിഫ്ലക്ട് ആയിട്ടുണ്ട്. ആൻഡ് ഫൈനലി പെറ്റിഷൻ നമ്മളുടെ കാര്യങ്ങൾ പറയാണ്. അത് പറയരുതെന്ന് എങ്ങും പറഞ്ഞിട്ടില്ല. നമ്മൾ വേറൊരു ബൈബിൾ വചനത്തിലും ഉണ്ടല്ലോ, വിത്ത് താങ്ക്സ് ഗിവിംഗ് ഗിവ് യുവർ പെറ്റിഷൻ. അതായത് നമ്മളുടെ താങ്ക്സും കൂടെ പറഞ്ഞിട്ട് നമ്മൾ പെറ്റിഷൻസ് പറയുക. അത് ഞാൻ ഏതോ ഒരു പ്രസംഗത്തിൽ വേറെ ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഫൈനലി നമ്മൾ ഇവിടെ കാണുന്നത്, നിന്റെ ചെവി അടിയന്റെ പ്രാർത്ഥനയ്ക്കും നിന്റെ നാമത്തെ ഭയപ്പെടുവാൻ താല്പര്യപ്പെടുന്ന നിന്റെ ദാസന്മാരുടെ പ്രാർത്ഥനയ്ക്കും ശ്രദ്ധയുള്ളതായിരിക്കണമേ. ഇന്ന് അടിയന് കാര്യം സാധിപ്പിച്ച് ഈ മനുഷ്യന്റെ മുൻപാകെ എനിക്ക് ദയ ലഭിക്കുമാറാകണമേ. ആ കാര്യം എന്താണെന്ന് ദൈവത്തിന് ഓൾറെഡി അറിയാവുന്നത് കൊണ്ടാണ് അത് അങ്ങനെ അതിനെ അവിടെ പിന്നെ എഴുതിയിരിക്കുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമുക്ക് വളരെ സ്പെസിഫിക് ആയിട്ട് നമ്മുടെ പെറ്റീഷൻ പറയാം, എന്താണ് നമ്മുടെ കാര്യം എന്നുള്ളത് പറയാം.
അപ്പൊ ഈ ഒരു ഓർഡർ ഇത് നമ്മളുടെ പ്രാർത്ഥനയ്ക്ക് പിന്നെ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ എനിക്ക് പറയാനുള്ള കാര്യം എന്റെ മമ്മി സ്ഥിരം പറയുന്ന ഒരു 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 ഡയലോഗ് ഉണ്ട്. അങ്ങ് ദൈവം നമ്മളുടെ ഇങ്ങനെ പ്രാർത്ഥിക്കണം, അങ്ങനെ പ്രാർത്ഥിക്കണം, അങ്ങനെ സ്ട്രക്ചറൽ ആയിട്ടും വളരെ മെത്തഡിക്കൽ ആയിട്ട് പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കും. അങ്ങനെയൊന്നുമില്ല. ദൈവത്തിന് നമ്മുടെ ഹൃദയം ദൈവത്തിന് അറിയാം. എന്നാലും ഞാൻ നമ്മള് പല ആൾക്കാരും ഇൻഡിവിജ്വൽ പ്രെയർ ചെയ്യാൻ അറിയാണ്ട് കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. നമ്മൾക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാനായിട്ട് അറിയത്തില്ല. അല്ലെങ്കിൽ ഒരു സെൽഫ് പ്രെയർ സ്വന്തമായിട്ടുള്ള ഒരു പ്രാർത്ഥന അറിയില്ല എങ്ങനെയാണെന്ന്. പലർക്കും അറിയില്ല അതെങ്ങനെ ചെയ്യേണ്ടത്. നമ്മൾ ബുക്കുകളിലെ പ്രാർത്ഥനയൊക്കെ വായിച്ചാണ് നമുക്ക് കൂടുതൽ പരിചയം. സ്വന്തമായി നമുക്കൊന്ന് പ്രാർത്ഥിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്കറിയില്ല. അപ്പൊ അങ്ങനെയൊക്കെ ആരെങ്കിലുമൊക്കെ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവർക്കും ഇത് യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ ബൈബിളിൽ നെഹമ്യ അതിനുശേഷം കാണുന്നത് ദൈവം കംപ്ലീറ്റ്ലി നെഹമ്യയുടെ കൂടെ ഉണ്ടായിരുന്നു. ഒബ്സ്റ്റക്കിൾസ് ഉണ്ടായിരുന്നു. പക്ഷെ അതിന്റെയൊക്കെ കൂടെ ദൈവം ഉണ്ടായി. പിന്നെ ആ കാര്യം ദൈവത്തിന്റെ കൈ അനുകൂലമായിട്ടുള്ള കൈ നെഹമ്യയുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ പിന്നെ കാണുന്നത്. അപ്പം ഈ ഒരു ഫൗണ്ടേഷണൽ പ്രെയർ ഇടയ്ക്കിടയ്ക്ക് പിന്നെ പിന്നെ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ ഇത്രയും കാര്യമായിട്ടുള്ള ഡീറ്റെയിൽഡ് പ്രെയർ ചാപ്റ്റർ 1 കാണുന്നത്. അപ്പം നമ്മളും ഈ ഒരാഴ്ച നമ്മളുടെ കാര്യങ്ങൾ പെറ്റിഷൻസിനൊക്കെ വേണ്ടിയിട്ട് ഇതുപോലെ നമ്മൾ നെഹമ്യയെ പോലെ പ്രാർത്ഥിക്കുവാനായിട്ട് ദൈവം നമ്മളെല്ലാവരും ഇടയാക്കട്ടെ. അടുത്തൊരു വീഡിയോയുമായിട്ട് നെഹമ്യ കണ്ടിന്യൂവേഷൻ ഡിഫറെന്റ് ചാപ്റ്റേഴ്സുമായിട്ട് കാണുന്നവരെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ടേക്ക് കെയർ.